നിലവിലെ ബോർഡിന് എക്സ്റ്റൻഷൻ കൊടുക്കാനുള്ള തീരുമാനം രേഖകളൊക്കെ ഹാജരാക്കാൻ ഒരുപാട് സമയം കിട്ടിയല്ലോ. ഒരു രേഖയില്ല എന്ന് കോടതി കൃത്യമായിട്ട് പറഞ്ഞല്ലോ. കോടതിയുടെ എത്രാമത്തെ ഇതാണ് കൃത്യമായിട്ട്. പ്രതിപക്ഷം കേരളത്തിൽ പറഞ്ഞത് മുഴുവൻ, ഞങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും 100% ശരിയാണെന്നാണ് ഹൈക്കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. മുഴുവൻ നിങ്ങൾ പോയി പന്തളത്ത് ഞാൻ നടത്തിയ പ്രസംഗം കേൾക്കും. പന്തളത്ത് ഞങ്ങളുടെ പദയാത്രയുടെ സമാപനം നടത്തിക്കൊണ്ട് ഇതെല്ലാം പറഞ്ഞതാണ്. ഇതെല്ലാം കാരണം ഇത് രേഖകൾ പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാവും. കോടതി ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ അടിവരയിട്ടുകൊണ്ട് കോടതി ഇത് ആവർത്തിച്ചു. ഈ പറഞ്ഞ കാര്യം ഇപ്പം ഇന്നലെ കോടതി പറഞ്ഞ കാര്യം ആദ്യമായിട്ട് ഇന്നലെയല്ല പറയുന്നത്, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോടതി. അപ്പോൾ ഇയാൾ എന്ത് തെളിവ് ഹാജരാക്കായിരുന്നു? എവിടെ പോയി ഇയാൾ? ഈ പ്രസിഡന്റ് എവിടെ പോയി? ഇവരൊന്നും അതിൻ്റെ അടിച്ചതിൻ്റെ അകത്ത് കയറ്റാൻ പാടില്ല, ഓടിക്കണം അവിടെ നിന്ന്. അയ്യപ്പൻ്റെ തങ്ക വിഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം വന്നത്. കാരണം കതവ് കൊണ്ടുപോയി, കട്ടള കൊണ്ടുപോയി, ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി കോടീശ്വരന് വിറ്റ്. ഇനി അവിടെ ബാക്കിയുള്ളത് അയ്യപ്പൻ്റെ തങ്ക വിഗ്രഹമാണ്. അതുകൂടി ഇവന്മാരെ അടിച്ചുകൊണ്ട് പോയെന്ന് കോടതിയിലായിരുന്നു. ഈ നിലവിലെ ബോർഡിന് എക്സ്റ്റൻഷൻ കൊടുക്കാൻ ഞങ്ങൾ എതിർക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരാദ്യം എന്താ പറഞ്ഞത്? ആരോഗ്യ വകുപ്പ്, ആയുഷ്മാൻ ആരോഗ്യ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പേരെഴുതാൻ വേറെ ആളെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. 1.5-2 കൊല്ലം അത് വാങ്ങിക്കായിരുന്നു. എന്നിട്ടിപ്പോൾ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ആരോഗ്യമന്ത്രി അത് മേടിച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പേര് എല്ലാ ആശുപത്രിയിലും അവിടെ എഴുതിക്കൊണ്ടിരിക്കുക. 2 കൊല്ലത്തെ കാശ് പോയി, അതാണ് നഷ്ടം ഉണ്ടായത്. ഇപ്പോൾ ആദ്യം എന്താ പറഞ്ഞത്? PM ശ്രീ നടക്കില്ല. അപ്പോൾ എല്ലാവരും കൈയടിച്ചു, സഖാക്കന്മാരൊക്കെ കൈയടിച്ചു. ഭയങ്കര RSS വിരുദ്ധ പ്രഖ്യാപനം. ഇപ്പോൾ CPM ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്ത് പോവുക. ആദ്യം CPM CPI തമ്മിൽ സെറ്റ് ചെയ്യട്ടെ. CPI ഇന്നും പറഞ്ഞിരിക്കുകയാണ് ഇത് മേടിക്കാൻ പാടില്ല എന്ന കടുത്ത നിലപാട് അവരെടുത്തിരിക്കുക. കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഭരണത്തിലെത്തിയതിന് ശേഷം ഞങ്ങളിത് സ്വീകരിച്ചിട്ടില്ല. അതിനു മുൻപ് ഇപ്പോൾ കർണാടകത്തിൽ BJP ഗവൺമെൻറ് ഇരിക്കുമ്പോൾ അത് സ്വീകരിച്ചിട്ടുണ്ട്. തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവു ഗവൺമെൻറ്റിൻ്റെ ഇതും സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ 2 ഹൈദരാബാദിലും ബാംഗ്ലൂരിലും വിളിച്ച് ഇത് അന്വേഷിച്ചു. ഇത് ഒരുപാട് നിബന്ധനകൾ ഇതിനകത്തുണ്ട്. അതായത് BJPയുടെ ഒരു രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയുണ്ട്. ഗവൺമെൻറ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിൻ്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങളെതിരല്ല. കേന്ദ്രത്തിൻ്റെ പണം എന്ന് പറഞ്ഞാൽ മോഡിയുടെ വീട്ടിലെ പണമല്ലല്ലോ, ഇത് നമ്മുടെ നികുതി പണമാണ്. പക്ഷേ പണം തരുന്നതോടൊപ്പം അനാവശ്യമായ BJPയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സർക്കാർ സ്വീകരിക്കാൻ പാടില്ല. അതാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പോളിസികൾ. പക്ഷേ LDFിലെ പ്രശ്നം തീർന്നില്ലല്ലോ. ആ തർക്കത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചർച്ച ചെയ്യും. നിങ്ങൾ എല്ലാ ദിവസവും കോൺഗ്രസിലെ പ്രശ്നം നിലവിൽ ഈ ബോർഡ് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇന്നും വന്നിട്ട് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് ശക്തമായി ഇതിനെ എതിർക്കുമെന്നാണ്. ഏത് CPI എന്നാണ് MV ഗോവിന്ദൻ ചോദിച്ചത്? ഏത് CPI എന്ന്? സത്യം പറഞ്ഞാൽ ഞങ്ങളവരെ ക്ഷണിക്കണമെന്നില്ല, ഈ നാണക്കേടും സഹിച്ചവിടെ നിൽക്കണേ. ഞങ്ങൾ ചോദിക്കുക ഏത് മുസ്ലിം ലീഗ് എന്ന് ഞങ്ങൾ ചോദിക്കും. മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ കക്ഷിയാണ് UDFിലെ. അല്ല, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് ഞങ്ങളുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഈ CPIക്കാരോട് ഏത് CPI എന്ന് പാർട്ടി സെക്രട്ടറി, ആ CPI സെക്രട്ടറി എന്നിട്ട് നാണം സഹിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുക. എനിക്ക് തന്നെ സങ്കടം. അല്ല, അവരൊരു അവിടുത്തെ ഒരു ഘടകകക്ഷിയാണ് അല്ലേ, അവർക്ക് അതിൻ്റെതായ ഒരു വിശ്വാസ്യതയുണ്ട്. ഞങ്ങൾ അതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. അത് വരുമ്പോൾ ആലോചിക്കാം, ഞാനൊന്നും പറയില്ല. ഞങ്ങളൊന്നും പറയില്ല. ഞങ്ങൾ ഒരാളുമായിട്ട് ചർച്ചയില്ല. ഞങ്ങൾ ഒരാളുമായിട്ടും LDFിലെ ഒരു ഘടകകക്ഷികളുമായിട്ട് ഞങ്ങൾ ചർച്ചയില്ല. ഇപ്പം ചർച്ച ചെയ്തിട്ടില്ല. ചെയ്ത് തീരുമാനം എടുത്തിട്ട് നിങ്ങളെ അറിയിക്കാം ചെയ്യണ സമയത്ത്. ഇപ്പം ഇല്ല, ഇപ്പം ഒന്നും പറയാനില്ല. ഇപ്പൊ അല്ലാതെ ഇഷ്ടംപോലെ ആളുകൾ നിൽക്കുകയാണ്. അത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. UDFിൽ ചേരാൻ നിലവിൽ ദേവസ്വം ബോർഡ് NDAയിലെ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള ഇഷ്ടംപോലെ ആളുകൾ, LDFിലെ ചില കക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ UDFിൽ ചേരാൻ നിൽക്കുക. ഞങ്ങളതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അതിനൊന്നും ഞാൻ മറുപടി പറയില്ല. അതൊക്കെ KPC പ്രസിഡന്റ് അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൃത്യമായിട്ടും പറഞ്ഞു, സംഘടനാപരമായ കാര്യങ്ങളൊന്നും ഞാൻ മറുപടി പറയില്ല. അത് KPCC പ്രസിഡന്റ് നിങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അദ്ദേഹം പറയും. വേറെ വല്ലതും ഉണ്ടോ? അല്ല, കേന്ദ്ര സർക്കാരിന്റെ പണമല്ലേ, കളയണ്ട. പക്ഷേ BJPയുടെ വർഗീയ രാഷ്ട്രീയം, RSS രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സ്വീകരിക്കാൻ പാടില്ല. കാശ് നമ്മുടെയും കൂടി പൈസ അല്ലേ, നമ്മളും കൂടി കൊടുത്തല്ലേ. ഈ GSTയുടെ പകുതി
GST പകുതി കേന്ദ്രം മേടിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ്. വേറെ നിലവിൽ ഈ ഇന്ന് നല്ല റെഡ് അലർട്ടാന്ന് പറയുന്നത് നോക്കണം മഴ പെയ്യുന്നോ